أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. أعوذ بالله من الشيطان الرجيم ولا تصغر خدك للناس ولا تمشي في الأرض مرحا إن الله لا يحب كل مختال فخور. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂറത്തുൽ ലുഖ്മാനിലെ 17-ാമത്തെ ആയത്തിനെ ചെറിയ വാക്കുകളിലൂടെ നമ്മൾ വിശദീകരിച്ചു. ഇനി 18-ാമത്തെ ആയത്തിലെ ചില ശ്രദ്ധേയമായ കാര്യങ്ങളാണ് വിശദീകരിക്കാനുള്ളത്. വലാ തുസഖിർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഇവിടെ കുഞ്ഞിനോട് പിതാവ് വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ഗൗരവ തരേനെ ഉപദേശിക്കുകയാണ്. നീ നിന്റെ മുഖത്തെ അഹങ്കാര ഭാവേനെ ആളുകൾക്കിടയിൽ ചരിച്ചു പിടിച്ച് സംസാരിക്കരുത്, അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ നിന്റെ മുഖത്തെ നീ ചരിച്ചു വെച്ച് പ്രത്യേക പ്രകടനങ്ങൾ നടത്തി അഹങ്കാരത്തെ പ്രകടിപ്പിക്കരുത്. വലാ തംശി ഫിൽ അർളി മർഹ, ഭൂമിയിൽ പുളച്ചു നടക്കുകയും ചെയ്യരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, സ്വയം വലിയവനായി കണ്ട് അഹങ്കാരം നടിച്ച് നടക്കുന്ന ആരെയും അള്ളാഹു ഇഷ്ടപ്പെടൂല. അപ്പൊ ഇവിടെ തസഅറ എന്ന് പറഞ്ഞാല് അത് അറബിയില് അതിന് ദാഉൻ യുസീബുൽ ബഈറ, ഈ ഒട്ടകങ്ങൾക്കെല്ലാം ഈ കാലിലേക്ക് ചാഞ്ഞുകൊണ്ടുള്ള ഒരു അസുഖമുണ്ട്. അതിനാണ് ശരിക്കും ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്വയം വലിയവനായി കണ്ട് മുഖത്തെ ഒരു പ്രത്യേക രൂപത്തിൽ ചെരിച്ചു പിടിച്ച് നമ്മുടെ മലയാള പ്രകടനം ചിലരിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. ചില ആളുകൾക്ക് മുമ്പിൽ, ചില ആളുകളെ കേൾക്കുമ്പോൾ, ആളുകളോട് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ മുഖത്ത് ഒരു മുഖമൊന്ന്, ചുണ്ടുകൾ, നമ്മുടെ ദൃഷ്ടികൾ പോലും അതിനോട് സമരസപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക പ്രകടനം മുഖത്ത് കാണിക്കുന്ന ഒന്നിനാണ് തസഅറ എന്ന് പറയുന്നത് അറബി. ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു പ്രത്യേകം ചാഞ്ഞുകൊണ്ട് വളരെ നിസാരമാക്കിക്കൊണ്ട് ആളുകളെ അവമതിച്ചുകൊണ്ടുള്ള ഒരു മുഖഭാവം. അപ്പൊ അതൊരു രോഗമാണ് വാസ്തവത്തിൽ. അഹങ്കാരം എന്ന് പറയുന്നത് തന്നെ ഒരു രോഗമാണ്. അത് പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാല് അത് അവന്റെ മനസ്സിൽ അത്രമാത്രം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വിഷാംശങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. അപ്പോ വിശുദ്ധ ഖുർആന് ഒരു കുഞ്ഞിനോട് പിതാവ് ഉപദേശിക്കേണ്ട, അന്ത്യനാൾ വരേക്കും ഒരു കുടുംബത്തിൽ നടക്കേണ്ട വളരെ ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങളെ പറയുന്നതിനോടൊപ്പം, കുട്ടികളിൽ അത് പകർന്നു നൽകുന്നതിനോടൊപ്പം തന്നെ വലിയവരും അത്തരത്തിലുള്ള സ്വഭാവം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് സൂറത്ത് ഹുജറാത്തിൽ അല്ലാഹു പറയുന്നു. അത് സൂറത്ത് ഹുജറാത്തില് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. വിശ്വാസികൾ സഹോദരന്മാരാണ്, നിങ്ങൾ തഖ്വപൂർവം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്
നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടണം. അത് അള്ളാന്റെ കാരുണ്യം നിങ്ങൾ നിലനിൽക്കാനാണ്. അപ്പോ തഖ്വയിൽ അധിഷ്ഠിതമല്ലാത്ത നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ നായകത്വത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഭൗതികമായ താല്പര്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടെല്ലാണ് വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിടയിൽ നിന്നും അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹു ഉയർത്തും. ഇപ്പൊ കാരുണ്യം ഉണ്ടാവില്ല. വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ അനുഗ്രഹീതരാകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള മനസ്സും ചിന്തയും തത്വയിൽ അധിഷ്ഠിതമായി നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുള്ളൂ. ഇല്ലെങ്കിൽ ആ അനുഗ്രഹത്തെ ഉയർത്തപ്പെടും. ആ അനുഗ്രഹം ഉയർത്തപ്പെടുന്നതിന്റെ ഫലമായി എന്താ പിന്നെ സംഭവിക്കുക? അതാണ് പിന്നീട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹും. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ എന്താക്കരുത്? കൊച്ചായി കാണരുത്. അവരെ നിന്ദിതരായി, ഒന്നിനും കൊള്ളാത്തവരായി, തരം താന്നവരായി നിങ്ങൾ കാണരുത്. ഒരു സ്ത്രീ വിഭാഗവും മറ്റൊരു സ്ത്രീ വിഭാഗത്തെയും അതുപോലെ കാണരുത്. കാരണം ഈ നിന്ദിക്കപ്പെട്ടവൻ നിന്ദിക്കുന്നവനേക്കാളും ഉത്തമനായിരിക്കാം. അസാ അൻ യകുന്ന ഖൈറൻ വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻകുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. ചീത്ത പേര് കൊണ്ട് സംബോധനം ചെയ്യരുത്, ചീത്ത പേര് വിളിക്കരുത്. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാനി. നിങ്ങൾ വിശ്വാസം കൈകൊണ്ടതിന് ശേഷം മോശത്തരങ്ങളെ ജീവിത മാർഗമായി സ്വീകരിക്കുന്നത് എത്രമാത്രം വൃത്തിഹീനമാണ്. അതിനാൽ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം എന്ന് വളരെ ഗൗരവത്തിൽ ഇതുപോലെ അള്ളാഹു അവിടെയും ഉപദേശിക്കുന്നുണ്ട്. അപ്പോ ഇത്തരം ഒരു ഉപദേശം ഒരു വീട്ടിൽ നിന്ന് മക്കളിലേക്ക് പകർന്നു നൽകുന്ന മാതാപിതാക്കള് അവര് ഈ രൂപത്തിലെല്ലാം തന്നെ പൊതു ഇടങ്ങളിൽ പല സ്ഥാനങ്ങളും പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നവരിലും ആയിരിക്കും, സ്ഥാനങ്ങൾ കൈയാളുന്നവരായിരിക്കും, പല പ്രവർത്തന ഇടങ്ങളിലും നിരതരായിരിക്കും. അപ്പൊ അവരിലും ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളെല്ലാം ഉണ്ടാവേണ്ടതുണ്ട്. അതൊരു സൊസൈറ്റിയുടെ തവാസുൽ മുജ്തമഇന് അനിവാര്യമാണ്. ഒരു സമൂഹത്തിന്റെ താളത്തിന് ആവശ്യമാണ്. അതില്ലെങ്കിൽ സാമൂഹിക ഛിദ്രത സംഭവിക്കും, കുടുംബ ഛിദ്രത സംഭവിക്കും. അപ്പൊ കുടുംബത്തിൽ ഉണ്ടാകുന്നത് എന്താണോ അതായിരിക്കും നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കുക. അപ്പോ ഈ വിഷയത്തിൽ സൂക്ഷ്മമായ ഇടപെടൽ നടക്കേണ്ടതുണ്ട്. ഇതിൽ നന്നായിട്ട് പുതിയ കാലത്ത് പുതിയ വിഷയങ്ങൾ നാം നിരന്തരം കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെല്ലാം തന്നെ നന്നായിട്ട് മനസ്സിലാക്കുകയും അതിനെ വിശദീകരിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. ഏതായാലും ഒരു കുഞ്ഞിനോട് ഒരു പിതാവ് ഉപദേശിക്കുന്ന ഈ ഒരു ഉപദേശം ആ പിതാവ് എത്രമാത്രം ഉൾക്കൊണ്ടിരിക്കും, അതിൽ എത്രമാത്രം ജാഗ്രത പുലർത്തിയിരിക്കും, അത് ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഒരു സമൂഹത്തിൽ ലുക്മാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമൂഹത്തിൽ നിയമങ്ങൾ കൈകാര്യം ചെയ്തൊരു മനുഷ്യനാണ്. സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ടൊരു വ്യക്തിയാണ്. ദാവൂദ് നബിക്ക് മുമ്പ് 10 വർഷം മുമ്പ് ഒരു സമൂഹത്തെ ദൈക്ഷണികമായി ഏറ്റവും നന്നായി പാകപ്പെടുത്തി അവർക്കിടയിൽ വളരെ ജാഗ്രതയോടുകൂടി നിലപാടുകൾ സ്വീകരിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. വെറും ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥനായി മാത്രം ജീവിച്ച വ്യക്തിയല്ല, കുട്ടിയോട് മാത്രം സംസാരിച്ച മനുഷ്യനല്ല. അദ്ദേഹം സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ
നന്നായി സംസാരിച്ച് അവർക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് കടന്നുപോയ ഒരു ചരിത്ര പുരുഷനാണ്. അതോടൊപ്പം തന്നെ അടിമത്വം ഭരിച്ചൊരു മനുഷ്യനാണ്. അവിടെയെല്ലാം തന്നെ അദ്ദേഹം സ്വീകരിച്ച ചിന്താപരമായ, ഭക്തി നിർഭരമായ, ഉത്കൃഷ്ടമായ, ഉന്നതമായ സ്വഭാവ മൂല്യങ്ങളെ തൻ്റെ മകനുകൂടി പകർന്നു നൽകി തലമുറയുടെ ധർമ്മബോധമുള്ള തലമുറയുടെ ഉയർത്തെഴുന്നേൽപ്പിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഒരു ഉമ്മയോട്, കുടുംബത്തിലെ മറ്റ് അംഗങ്ങളോട്, പുറത്തിറങ്ങുമ്പോൾ സമൂഹത്തോട്, തനിച്ചാകുമ്പോൾ സ്വന്തം വ്യക്തിത്വത്തോട്, സ്വന്തം ശരീരത്തോട് എല്ലാം തന്നെ സ്വീകരിക്കേണ്ട ഉന്നതമായ മൂല്യങ്ങളെക്കുറിച്ച്, ധർമ്മബോധങ്ങളെക്കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുകയാണ്. മനുഷ്യൻ അവനോട് തന്നെ സ്വീകരിക്കേണ്ട ധാർമ്മിക ചിന്തയും ബോധവുമുണ്ട്. കുടുംബത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്, പുറത്തു പോകുമ്പോൾ സമൂഹത്തോട് സ്വീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ ഒരു കുട്ടിയോടുള്ള ഉപദേശത്തിൽ കടന്നു വരുന്നുണ്ട്. അപ്പോ ഇത് പറഞ്ഞ വ്യക്തി ആരാണെന്ന് അറിയുമ്പോൾ, സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണെന്ന് അറിയുമ്പോൾ, ഇത് ഓതിപ്പോകുന്ന, ഇത് കൈകാര്യം ചെയ്തു പോകുന്ന ഓരോ വ്യക്തികളും എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് സംസാരിക്കുകയും ഇടപെടുകയും ഇടപഴകുകയും ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ചിന്താർഹമായ ഒരു വിഷയമാണ്. ഇപ്പോ ഒരു കുഞ്ഞിനോട് നിന്റെ മുഖം ചുളിച്ച് നീ ആളുകൾക്കിടയിൽ നിൽക്കരുത് എന്ന് പറയുമ്പോൾ ആ പഠിപ്പിക്കുന്ന വ്യക്തി ഏത് രൂപത്തിലായിരിക്കും സമൂഹത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ടാകുക? ഏതായാലും ഇതൊരു രോഗമാണ്. മൃഗങ്ങൾക്ക് ഒരു കാലിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ഒരു അസുഖമുണ്ട്. അതിനാണ് തസഅറ എന്ന് പറയുന്നത്. അതൊരു രോഗമാണ്. ഇമാം ഷാറാബി അങ്ങനെ ഇതിനെ മനോഹരമായിട്ട് വിശദീകരിച്ചു പോകുന്നുണ്ട്. എമീലു ബി റുഖ്ബത്തിഹി, അതിന്റെ മുട്ടിലേക്ക് ഇങ്ങനെ ചാഞ്ഞു പോകുന്ന ഒരു പ്രത്യേക അവസ്ഥാവിശേഷം ഒട്ടകത്തിനുണ്ടാകും. അപ്പൊ അത് നിങ്ങളിൽ ഉണ്ടാവരുത്, അതൊരു രോഗാണ്. അപ്പോ ആ രോഗത്തെ ഇവിടെ തശ്ബീഹ് ചെയ്യാണ് മനുഷ്യനോട്. അപ്പൊ ഇതൊരു അഹങ്കാര പ്രകടനമാണ്. അഹങ്കാരം എന്നുള്ളത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടൂല. അതുപോലെ തന്നെ വലാ തംശിഫിൽ അർളി മറഹ, നീ ഭൂമിയിൽ വല്ലാതെ പുളച്ചു നടക്കുകയും ചെയ്യരുത്. അപ്പോ നടത്തത്തിൽ പോലും സ്വീകരിക്കേണ്ട സമീപന രീതിയെ ഒരു കുഞ്ഞിന് ഒരു പിതാവ് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, എല്ലാ അഹങ്കാര ഭാവം പുലർത്തുന്ന, സ്വന്തത്തെ വലുതായി കാണുന്ന, മറ്റുള്ളവരെ എനിക്ക് താഴെയായിട്ട് കാണുന്ന ഒരു ചിന്ത പേറരുത്. അപ്പൊ ചില ആളുകൾ ഇരിക്കുമ്പോൾ നടക്കുമ്പോഴെല്ലാം തന്നെ അത് ഒരു ദൂരെ നിന്ന് നോക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാവും, അല്ലെങ്കിൽ ഒരാളെ വീക്ഷിക്കുന്നവൻ അത് മനസ്സിലാവും. അയാളുടെ മുഖഭാവം കണ്ടാൽ മനസ്സിലാവും, ഇരുത്തം കണ്ടാൽ മനസ്സിലാവും, സംസാരം കേട്ടാൽ തിരിയും. അപ്പൊ സമൂഹത്തിന് തിരിയുന്നുണ്ട് എന്ന് അറിയുമ്പോഴും ഞാൻ അവരെക്കാളും വലിയവനാണ്, എനിക്ക് ചില പ്രത്യേകതകളുണ്ട് എന്ന ഭാവേന ഇടപെടുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ സൃഷ്ടികളെ തരം താഴ്ത്തുന്നതിന് തുല്യമാണ്. അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക എന്നുള്ളത് അത് ഓരോ മനുഷ്യനും പരസ്പരം സ്വീകരിക്കേണ്ട മൂല്യവത്തായ ഗുണമാണ് എന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു പോകുന്നിടത്ത് ഇമാം ഷഅറാവി വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു മനുഷ്യനെ ഏറ്റവും ഉന്നതനായി കാണുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അവന്റെ സമസൃഷ്ടിയെ അവൻ അതേ കണ്ണുകൊണ്ട് കാണേണ്ടതുണ്ട്. അതൊരു കുട്ടിയിലേക്ക് ആ ചിന്ത പകർന്നു നൽകുക എന്നുള്ളത്
അവന്റെ ഭാവിയിൽ അവൻ എത്തിപ്പെടുന്ന എല്ലാ മേഖലയിലും അവന് ആ സ്വഭാവ ഗുണത്തെ സ്വീകരിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിന് കാരണമാകും. അതിനാൽ മനുഷ്യൻ എന്ന ഉത്കൃഷ്ട സൃഷ്ടിയുടെ മഹത്വത്തെ, അവന്റെ സ്ഥാനത്തെ, അവൻ ഭൂമിയിൽ അള്ളാഹുവിന്റെ അതിബൃഹത്തായ നിർമ്മിതിയുടെ ന്യൂനമായ മോഡൽ നിർമ്മിക്കുന്നവനാണ് എന്നതുകൊണ്ട് തന്നെ, ഖലീഫയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഖലീഫയെ ആദരിക്കുക. ഞാനൊരു ഖലീഫയാണ്, എന്റെ മുമ്പിൽ നിൽക്കുന്നവൻ ഒരു ഖലീഫയാണ്, അവനിൽ ചിന്തയുണ്ട്, അവൻ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി അള്ളാഹുവിന്റെ ബലിഷ്ഠമായ നിർമ്മിതികളുടെ മോഡൽ നിർമ്മിക്കുന്നവനാണ് എന്ന ഒരു ഉന്നതമായ ചിന്തയിൽ നിന്ന് സ്വന്തത്തെ ആദരിക്കുകയും അതോടൊപ്പം തന്നെ തന്റെ സമസൃഷ്ടികളെ ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ ആദരവ് വാക്കിൽ മാത്രമല്ല, നമ്മുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പൊ ബോഡി ലാംഗ്വേജ് എന്നുള്ളത് അത് നാം സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട ഒന്നാണ്. ചില ആളുകൾ ദൂരെ നിന്ന് സംസാരിക്കുമ്പോഴേ അയാളുടെ സംസാരം മാത്രം കേൾക്കുകയും അയാളുടെ ബോഡി ലാംഗ്വേജ് കാണാതിരിക്കുകയും ചെയ്യുമ്പോണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പൊ ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോഴേ ഏത് രൂപത്തിലായിരിക്കണം? മുഖത്തേക്ക് നോക്കി സംസാരിക്കണം, മുഖത്തേക്ക് നോക്കി സംസാരിക്കണം. അതാണ് മനുഷ്യരിൽ നിന്ന് നീ സ്വയം വലിയവനായി നടിച്ച് നിന്റെ മുഖത്തെ നീ എന്താക്കരുത്, അവരിൽ നിന്ന് ഒരു പ്രത്യേക രൂപത്തിൽ ചെരിച്ചു പിടിച്ച് നീ സംസാരിക്കരുത്. മനുഷ്യരുടെ മുഖത്തേക്ക് നന്നായി നോക്കി കണ്ണിലും മുഖഭാവങ്ങളിലും വിനയം പ്രകടിപ്പിച്ച് അത് ഒരു ശുദ്ധമായ പ്രകടനം നടത്തി ഒരു നാടകം കളിക്കാതെ ആ വിനയം ഏറ്റവും നന്നായി പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം. ചില ആളുകൾ വല്ലാതെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇടങ്ങറാവും അവരുടെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ. ആ ഒരു കാട്ടിക്കൂട്ടൽ വിനയമല്ല, മറിച്ച് അത് ഹൃദയാഴിയിൽ നിന്ന് ഉണ്ടാവേണ്ട ഏറ്റവും നല്ല ശീലമായിട്ട് എന്താക്കണം, അത് നമ്മുടെ ഭാഷയിലും സംസാരത്തിലും മുഖഭാവങ്ങളിലും നടത്തത്തിലുമെല്ലാം തന്നെ അത് പ്രകടിപ്പിക്കണം. ഇപ്പൊ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് പിന്നെ ഷഅറാവി പറഞ്ഞു പോകുന്നുണ്ട്. ഏകദേശം ഖുർആന് ബോഡി ലാംഗ്വേജിനെ കുറിച്ച് മാത്രം 70 ചില്ലാനം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അംർ ഖാലിദ് ഇതുപോലെ തന്നെ ഈ വിഷയത്തെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഖവാത്റുൽ ഖുർആനിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു പോകുന്നു. അപ്പൊ ഇവിടെ ഇതിലെല്ലാം തന്നെ ബോഡി ലാംഗ്വേജ് എന്നൊരു വിഷയം കടന്നു വരുന്നുണ്ട്. നമ്മുടെ ശരീരഭാഷ അതെങ്ങനെയായിരിക്കണം, അത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് ഒരിക്കലും അലോസരം ഉണ്ടാക്കാത്ത, നമ്മില് നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ കവിളിൽ, നമ്മുടെ ചുണ്ട്, നമ്മൾ ഒരു വിഷയത്തോട് പിന്നെ സമീപനം സ്വീകരിക്കുമ്പോൾ നമ്മൾ അതിനെ പിടിക്കുന്ന ഒരു കോലം, ഇതെല്ലാം തന്നെ ഈ ആയത്തിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് ചികിത്സിക്കേണ്ട ഒരു രോഗമാണ്, ചികിത്സിക്കേണ്ടതുണ്ട്. അപ്പൊ അത് എങ്ങനെ ചികിത്സിക്കുക? ഇത്തരം രോഗങ്ങൾ എങ്ങനെ ചികിത്സിക്കുക? ഇത്തരം രോഗങ്ങള് ചികിത്സിക്കാൻ 2 തരത്തിലുള്ള മരുന്നാണ് അതിന് മുഫസ്സിരീങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, ഇമാം ഷഅറാബിയെ പോലെയുള്ള പണ്ഡിതന്മാർ. ഒന്ന്, നമ്മൾ നമ്മെ കുറിച്ച് തന്നെ ചിന്തിക്കണം. നീ എന്തിനാണ്, ഇഖ്ബാൽ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇത്രമാത്രം അഹങ്കരിക്കുന്നത്? നീ ഭൂമിയിൽ പിറന്നു വീണപ്പോഴ് നീ അറിയാത്ത ആരോ നിന്നെ കുളിപ്പിച്ചു. നീ ഭൂമിയിൽ നിന്ന് പോകുമ്പോഴും നീ അറിയാത്ത ആരൊക്കെയോ നിന്നെ കുളിപ്പിക്കും. അപ്പൊ നിന്റെ ദേഹം കഴുകി വൃത്തിയാക്കാന് ആരൊക്കെയോ നിനക്ക് ആവശ്യമുണ്ട്. അപ്പോ ഈ ഭൂമിയിൽ നിനക്ക് അങ്ങനെ അഹങ്കരിക്കേണ്ടതിന് ഒരു കാരണവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ നിങ്ങൾ അഹങ്കരിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണോ?
സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് ഒരു വേള നിങ്ങളിൽ നിന്നും അള്ളാഹു അത് ഊരിയെടുക്കും. അപ്പോഴ് ഇഖ്ബാൽ പറയുന്നുണ്ട്, പടച്ചോന് ഇബാദത്ത് ചെയ്യാനാണ്, കീഴ്പ്പെട്ട് താഴ്മയോടുകൂടി ജീവിക്കാനാണ് നിന്നെ സൃഷ്ടിച്ചത്. പക്ഷെ നീ കാഗസിന് വേണ്ടിയിട്ട്, സമ്പത്തിന് വേണ്ടി നീ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം വരും, പോക്കറ്റില്ലാത്ത വസ്ത്രം നിന്നെ ധരിപ്പിക്കും. അന്ന് അലമാറയില്ലാത്ത വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും. അലമാറയുള്ള വീട്ടിൽ നിന്ന് അലമാറയില്ലാത്ത വീട്ടിലേക്ക് നിന്നെ ആളുകൾ ആനയിക്കും. അത്ഭുതമെന്ന് പറയട്ടെ, നിന്നെ ഈ ശരീരത്തിൽ ഇത് പിടിച്ചു കൊണ്ടുപോകാൻ വരുന്ന മാലാഖയുണ്ടല്ലോ, ആ മാലാഖ കൈക്കൂലി വാങ്ങൂല. അതൊരു അത്ഭുതമുള്ള വിഷയമാണ്. അപ്പൊ നിന്റെ അഹങ്കാരങ്ങളെ, നിന്റെ അധർമ്മങ്ങളെ, അനീതികളെയെല്ലാം നീ നിലനിർത്തുന്നത് നിന്റെ തന്നെ നീ ധരിച്ച് നീ കൈക്കൂലി കൊടുത്തിട്ടാണ് പലതും ഉണ്ടാക്കുന്നത്. പക്ഷേ അന്ന് നിങ്ങളെ പിടിക്കാൻ വേണ്ടി വരുന്ന ആ വ്യക്തി നിന്നിൽ നിന്ന് കൈക്കൂലി വാങ്ങൂലട്ടോ. അത് വലിയൊരു അത്ഭുതമുള്ള വിഷയം തന്നെയാണ്. അപ്പൊ എന്തിനാണ് അഹങ്കരിക്കുന്നത്? മിർസ ഗാലിബ് പറയുന്നുണ്ട്, വളരെ ശ്രദ്ധേയമായ ഇതുപോലെ അദ്ദേഹത്തിന്റെ ഒരു കവിതാശകലുണ്ട്. കവിതാശകലം എന്ന് പറഞ്ഞാൽ എന്റെ ആശയാട്ടോ ഞാൻ പറയുന്നത്. അല്ലേ, നമ്മള് വസ്ത്രത്തിന് പോക്കറ്റ് വെക്കുന്നത് നമ്മുടെ സമ്പാദ്യങ്ങളെ അവിടെ സൂക്ഷിച്ചു വെക്കാനാണ്. ഒരു ദിവസം വരും, അന്ന് പോക്കറ്റില്ലാത്ത വസ്ത്രം നമ്മെ ധരിപ്പിക്കും. അന്ന് അലമാറകളുള്ള വീടുകളിൽ നിന്നും അലമാറയില്ലാത്ത ആ വീട്ടിലേക്ക് നമ്മളെ നയിക്കും. അതുപോലെ തന്നെ നാം എത്ര തന്നെ സമ്പാദിച്ചവനാണെങ്കിലും നമ്മുടെ സമ്പാദ്യം ഒന്നും തന്നെ ഒരു തരത്തിലും ഉപകാരപ്പെടാതെ നമ്മൾ ഈ ലോകത്തോട് വിട പറയും. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അഹങ്കരിക്കാൻ എന്താണുള്ളത്? നിങ്ങൾക്ക് അഹങ്കരിക്കാനായി ഒന്നുമില്ല. നിങ്ങൾ ആരുടെയൊക്കെയോ സഹായത്താൽ നിങ്ങൾ ആദ്യ കുളി നടത്തി, ഇനി മറ്റൊരു തവണ ആരുടെയൊക്കെയോ സഹായത്താൽ നിങ്ങൾ കുളിച്ച് ഇവിടെ നിന്ന് യാത്ര പോകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അഹങ്കരിക്കേണ്ടതില്ല. സമ്പത്താണെങ്കിൽ ആ സമ്പത്തിനെ ആര് നൽകിയെന്നും നിങ്ങളുടെ സമയം ആരിൽ നിന്നുള്ളതാണെന്നും ആ സമയത്തിന്റെ മൂല്യം നിങ്ങൾക്ക് ലഭിച്ചത് ആരിൽ നിന്ന് എന്നുള്ളതാണെന്ന ബോധം നിങ്ങളിൽ ഉണ്ടായാൽ മതി. അപ്പൊ അതിനെ ചികിത്സിക്കാൻ പറ്റും. മറ്റൊന്ന്, അള്ളാഹുവിന്റെ അളമത്തിന് ബോധ്യപ്പെട്ടാൽ മതി. അപ്പോ അൽ കിബർ ഉലിദാഇ, കിബർ എന്നുള്ളത് അത് എന്റെ വസ്ത്രമാണ്. മനുഷ്യൻ അത് അണിഞ്ഞു കഴിഞ്ഞാല് സംഭവിക്കുന്നത് നീതിക്കെതിരെ കിബറിനെ പ്രയോഗിക്കും എന്നുള്ളതാണ്. അഹങ്കാരത്തെ അവന് നീതിക്കെതിരെ പ്രയോഗിക്കും. അള്ളാഹു അനീതിക്കെതിരെ മാത്രമേ അവന്റെ ഇത്തരത്തിലുള്ള ഇസ്മുൽ ജലാലിനെ അള്ളാഹു ഉപയോഗിക്കുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പടച്ചോന് രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഖാലിഖു ബി അഖ്ലാഖില്ല, അള്ളാഹുവിന്റെ സ്വഭാവത്തെ നിങ്ങളുടെ സ്വഭാവമായി സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അതിലെ ഏത് സിഫത്തിനെയാണ്, ഏത് ഗുണങ്ങളെയാണ് മനുഷ്യൻ സ്വീകരിക്കേണ്ടത്? അതിൽ ഇസ്മുൽ ജലാലി, ഇസ്മുൽ ജമാലി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിശദീകരിക്കുന്നിടത്ത് എന്തുകൊണ്ടാണ് ഇസ്മുൽ ജലാലിനെ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? ആ ഗൗരവതരേനയുള്ള രൗദ്രരൂപേനയുള്ള സിഫത്തുകളെ മനുഷ്യൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ അവൻ നീതിക്കെതിരെ പ്രയോഗിച്ചു കളയും. അള്ളാഹു നീതിമാനാണ്. അനീതിക്കെതിരെ മാത്രമേ അള്ളാഹു അവന്റെ കാർക്കശ്യമുള്ള സ്വഭാവങ്ങളെ അള്ളാഹു പ്രകടിപ്പിക്കുകയുള്ളൂ. അപ്പോ
അത്തരത്തിലുള്ള സിഫത്തിനെ സ്വീകരിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ടാണ്. മൻ തവാളഅ റഫഅഹുല്ലാഹ്, പരിശുദ്ധ റസൂലിന്റെ ഹദീസാണ്. മൻ തവാളഅ റഫഅഹുല്ലാഹ്, ആരാണോ വിനയം കാണിക്കുന്നത് അവനെ അള്ളാഹു ഉയർത്തും. വമൻ തകബ്ബറ അദല്ലഹുല്ലാഹ്, ആരാണോ അഹങ്കരിക്കുന്നത് അവനെ അള്ളാഹു നിന്ദ്യനാക്കുകയും ചെയ്യും. അപ്പോ നമ്മുടെ ഒരു കുഞ്ഞിനോട് എത്ര സൂക്ഷ്മമായിട്ടാണ് ഒരു പിതാവ് തന്റെ ബോഡി ലാംഗ്വേജിൽ പോലും വിനയം കാണിക്കേണ്ടതിന്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുന്നത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ നീ പുളച്ചു നടക്കരുത്. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു പറയുന്നുണ്ട്. സൂറത്ത് ഇസ്രായിൽ അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്. അല്ലേ? എന്തെല്ലാം എന്തെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പുലർത്തേണ്ടതുണ്ട്, എന്തിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിൽക്കേണ്ടതുണ്ട് എന്നെല്ലാം ഒന്നിന് പിറകെ ഒന്നായി അള്ളാഹു സൂറത്ത് ഇസ്രായിൽ അള്ളാഹു പറഞ്ഞു പോകുന്നുണ്ട്. ലാ തഖ്തുലു ഔലാദക്കും, നിങ്ങൾ നിങ്ങളെ മക്കളെ കൊല്ലരുത്, പെൺമക്കളെ കൊല്ലരുത്. അല്ലേ? ഭ്രൂണഹത്യ നടത്തരുത്. ഇന്ന് പുതിയ ലോകത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഭ്രൂണഹത്യ നടത്തരുത്. ലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്ന്. ലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാക്കും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നാമാണ്. നഹ്നു നർസുഖുഹും വഇയ്യാക്കും ഇന്ന ഖത്ലഹു കാന ഖിത്അൻ കബീറ. പിന്നെ വലാ തഖ്റബു സിന, നിങ്ങൾ സിനയിലേക്ക് നിങ്ങൾ വാതിലുകൾ തുറക്കരുത്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, അത് മ്ലേച്ഛവും വൃത്തിഹീനവുമാണ്. പിന്നെ വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖ്, മനുഷ്യദേഹങ്ങളെ നിങ്ങൾ അന്യായമായി വധിച്ചു കളയരുത്. വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിഹി സുൽത്താന, കൊല്ലപ്പെട്ടത് നിരപരാധിയെങ്കിൽ അവന് അള്ളാഹു സഹായിയെ നൽകും. പ്രതിക്രിയ അള്ളാഹു നടത്തുക തന്നെ ചെയ്യും. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖ് വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിഹി സുൽത്താന ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ ഇന്നഹു കാന മൻസൂറ, നിരപരാധിയെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. പിന്നെ വലാ തഖ്റബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, അനാഥ മക്കളുടെ സമ്പത്തിനെ അന്യായമായി നിങ്ങൾ എടുക്കരുത്. അവന് ആ സ്വത്തിനെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഏറ്റവും നന്നായി അവൻ അത് കൈമാറണം. വലാ തഖ്റബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ധഹു വഔഫൂ ബിൽ അഹ്ദി, കരാറുകൾ നിങ്ങൾ പാലിക്കണം. ഇന്നൽ അഹ്ദ കാന മസ്ഊല, കരാറുകളെ കുറിച്ച് അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടും. അത് ഈശ്വര വിശ്വാസിയല്ലാത്ത, ഏകേശ്വര വിശ്വാസിയല്ലാത്ത മനുഷ്യനോടാണ് നിങ്ങൾ കരാറ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്തരുതെന്ന് സൂറത്തുൻ നഹ്ലിലും അള്ളാഹു പറഞ്ഞു പോകുന്നു. ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്താൻ പാടില്ല. നിങ്ങൾ പലതരത്തിൽ അതിനെ ന്യായീകരിച്ച് അതിന് നിങ്ങളുടേതായിരിക്കുന്ന ചില കണ്ടെത്തലുകൾ നടത്തി നിങ്ങളുടെ മേൽക്കോയ്മയ്ക്ക് വേണ്ടി നിങ്ങൾ മനുഷ്യർക്കിടയിൽ അത്തരത്തിലുള്ള അന്യായം കാണിക്കരുത് എന്ന് സൂറത്ത് നഹ്ലിൽ അള്ളാഹു പറഞ്ഞു പോകുന്നുണ്ട്. അഖദിനെ കുറിച്ച് പറയുന്നത് തന്നെ ഇന്നൽ അഹ്ദ കാന മസ്ഊല വലാ തംശി ഫിൽ അർളി മറഹ, നീ ഭൂമിയിൽ പുളച്ചു നടക്കരുത്. ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല, നിന്റെ അഹങ്കാരം കൊണ്ട് പർവ്വതത്തോളം ഉയരുവാനോ ഭൂമിയെ പിളർത്തുവാനോ നിനക്ക് പറ്റൂല. വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്റൂഹ, ഇതെല്ലാം തന്നെ വെറുക്കപ്പെട്ട കാര്യങ്ങളാണ് നിന്റെ നാഥന്റെ സന്നിധിയിൽ. അതിനു മുമ്പ് ഒരു ആയത്ത് കൂടി ഉണ്ട്, അല്ലേ? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് അറിവില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിന്റെ കാഴ്ചയും കേൾവിയും ഹൃദയവും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതിന് ശേഷമാണ് വലാ തംശി ഫിൽ അർളി മറഹ, നീ ഭൂമിയിൽ
നീ സ്വയം വലിയവനായി നടിച്ച് നീ നടക്കരുത്. ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്റൂഹ. ഈ വൃത്തിഹീനമായ പ്രവർത്തനങ്ങൾ നിന്റെ റബ്ബിന്റെ സന്നിധിയിൽ വെറുക്കപ്പെട്ടതാണ്. വെറുക്കപ്പെട്ട കാര്യങ്ങളെ, അഹങ്കാരം എന്നുള്ളതിനെ, സ്വന്തത്തെ വലിയവനായി കണ്ടുകൊണ്ടുള്ള നടത്തത്തെ, ഇരുത്തത്തെ, സംസാരത്തെ, മുഖഭാവങ്ങളെ ഒന്നും നീ പ്രകടിപ്പിക്കരുത്. അപ്പൊ വലിയവരോടും അള്ളാഹു നേരിട്ട് ഉപദേശിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനോട് ഈ രൂപത്തിൽ ഉപദേശിക്കാൻ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ചരിത്ര പുരുഷൻ തന്റെ കുഞ്ഞിനോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിനെ അള്ളാഹു എടുത്തുദ്ധരിക്കുന്നതിലൂടെ അതിന്റെ ആവശ്യകതയെ, അതിന്റെ മഹത്വത്തെ എല്ലാം തന്നെ അള്ളാഹു നമ്മളോട് ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ ലിന്നാസി, എന്താണ് മനുഷ്യരെന്ന് പറഞ്ഞത്? അവിടെയാണ് ഇമാം ഷഅറാവി പറയുന്നത്, മനുഷ്യരെ തട്ടുകളായി വേർതിരിച്ച് അവർക്കിടയിൽ വിവേചനങ്ങൾ പുലർത്തുന്ന ചില ബോധങ്ങൾ മനുഷ്യൻ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം ഇത്, നമ്മുടെ പരിസരങ്ങളിലേക്ക് നോക്കിയാൽ ബോധ്യപ്പെടുന്ന ഒന്നാണ്. മനുഷ്യൻ എന്നൊരു പ്രയോഗമാണ് മനുഷ്യർക്കിടയിൽ എന്ന് പറയുന്നത്. ഓന് മറ്റേ ആളാണ്, ഇവന് ആ ജാതിക്കാരനാണ്, മറ്റോന് മറിച്ചേ ജാതിക്കാരനാണ് എന്നെല്ലാം പറഞ്ഞ് മനുഷ്യനെ നിന്ദിക്കുന്ന ഒരു സ്വഭാവം അത് നമ്മുടെ നാട്ടിലുണ്ട്. പ്രവാചകന്റെ പിന്മുറക്കാരെന്ന് പറയുന്നവരിലും ഈ സ്വഭാവമുണ്ട്. അത് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് ഈ വടകര ഭാഗത്തേക്കെല്ലാം പോകുമ്പോഴാണ്. ഈ എന്റെ ക്ലാസ് കേൾക്കുന്ന എന്റെ വടകരക്കാരായ സുഹൃത്തുക്കളെ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുക. മനുഷ്യരെ നിന്ദിക്കുക, ജാതി പേര് വിളിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന വലുപ്പത്തരങ്ങള്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങള് മുഖഭാവം എത്രമാത്രം താഴ്മയുള്ളതായിരിക്കണമെന്ന് ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഗൗരവം എന്താ? നമ്മള് സമ്പത്ത് കൊണ്ടും നമ്മുടെ കുടുംബ മഹിമ കൊണ്ടും നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള അഹങ്കാരങ്ങളും മേന്മകളുമാണ് ഒരു പാവപ്പെട്ട ജനതക്കിടയിൽ നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവായ ചിന്തകൾ എന്തൊക്കെയാണ്? മനുഷ്യരോട് കരുണ കാണിക്കേണ്ട റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ട്, മനുഷ്യരെ നിങ്ങൾ എന്താക്കരുത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബ മഹിമ പറഞ്ഞ് നിങ്ങൾ അഹങ്കരിക്കരുത്. കാരണം നിങ്ങളുടെ പിതാമഹന്മാരുണ്ടല്ലോ, അവരെല്ലാവരും നരകത്തിലെ വിറകുകളാണ്. നിങ്ങൾ കുടുംബ മഹിമ കൊണ്ട് നിങ്ങൾ അഹങ്കാരം നടിക്കുന്നുവെങ്കിൽ അഴുക്കുചാലിൽ മുഖം കുത്തി നടക്കുന്ന വണ്ടിനെ പോലെയാണ്. എന്നിട്ട് റസൂലുള്ള പറയുന്നൊരു വർത്താനുണ്ട്, നിങ്ങൾ മനുഷ്യൻ കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, മനുഷ്യരെ നിങ്ങളെല്ലാവരും മണ്ണിൽ നിന്നാണ്, നിങ്ങളൊരു പിതാവിൽ നിന്നാണ്, നിങ്ങളുടെ പിതാവ് മണ്ണിൽ നിന്നുമാണ്. മനുഷ്യരെ കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ഒരു അച്ഛന്റെ മക്കളാണ്. ആദമു മിൻ തുറാബ്, ആദമു മണ്ണിൽ നിന്നുമാണ്. അപ്പോ ഈ ഒരു കുഞ്ഞിനോടുള്ള ഉപദേശത്തിന്റെ ആ ഒരു രീതി, അതിന്റെ ആഴം എത്രമാത്രമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കാണ്. നമ്മൾ എന്തുകൊണ്ടൊക്കെയാണ് ഒരു സമൂഹത്തിനിടയിൽ അഹങ്കാര ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത്? നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ വീട് നിർമ്മാണത്തില്, നമ്മുടെ ചുമർ നിർമ്മാണങ്ങളില്, നമ്മുടെ വാഹനങ്ങളെ ഉപയോഗിക്കുന്നതില്, പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ എന്തൊക്കെയാണ്? മാമാങ്കങ്ങൾ നടത്തുമ്പോൾ, അത് വിവാഹത്തിലാവട്ടെ, സമ്മേളനങ്ങളിലാവട്ടെ, എന്തിലുമാവട്ടെ, ഈ കാട്ടിക്കൂട്ടുന്നതിനെല്ലാം തന്നെ, അതും പരിശുദ്ധ റസൂലിന്റെ പേര് പറഞ്ഞിട്ട്, ദീനിന്റെ പേര് പറഞ്ഞിട്ട്, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ഇത്തരത്തിലുള്ള ഉന്നതമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച്
മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്നതിന് പകരം അവർക്കിടയിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന, വലിയവരും ചെറിയവരും കാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ തോന്നിവാസങ്ങൾക്ക്, ഈ അഹങ്കാരങ്ങൾക്ക്, അഹങ്കാര പ്രകടനങ്ങൾക്ക് എല്ലാം തന്നെ അള്ളാന്റെ സന്നിധിയിൽ മാത്രമല്ല മറുപടി പറയേണ്ടത്, ഈ ഭൂമിയിലും മറുപടി പറയേണ്ടി വരും. അതിന് അള്ളാഹുവിന്റെ ഇടപെടൽ നടത്തും. ഒരു മൂല്യവും പുലർത്താത്ത, വാക്കുകളെ കൊണ്ട് കുറെ നാടകങ്ങൾ മാത്രം കളിക്കുന്ന, വാക്കുകളിലൂടെ ധർമ്മങ്ങളും ധർമ്മഘോഷണങ്ങളും നടത്തി കർമ്മങ്ങളെ കൊണ്ട് അത് മുഴുവനും നിഷ്ഫലമാക്കി കളയുന്ന, പ്രവാചകന്മാരുടെ റിസാലത്തിനെ പൂർണ്ണമായി മറന്നുകൊണ്ട് ഒരു ജനതക്കിടയിൽ എല്ലാ വൃത്തികേടുകളും വിളമ്പിക്കൊണ്ടിരിക്കുന്ന, അതിനനുസരിച്ചുള്ള ഒരു സമൂഹവും രൂപപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ എല്ലാ അഹങ്കാരങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ ജനതക്ക് മുകളിൽ അള്ളാഹു അവന്റെ ശിക്ഷ എങ്ങനെയാണ് ഇറക്കാതിരിക്കുക? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഏത് തരത്തിലുള്ള നീതിബോധമാണ് ചുറ്റുമുള്ള മനുഷ്യരോട് പ്രവാചകന്മാരെ പിൻപറ്റുന്നവരെന്ന് പറയുന്ന ഒരു സമൂഹം പുലർത്തുന്നത്? അവരോട് ഏത് തരത്തിലുള്ള നീതിബോധമാണ് കാണിക്കുന്നത്? സംസാരത്തിലുണ്ടോ? ഇടപെടലിലുണ്ടോ? അവരുടെ വ്യക്തിത്വത്തെ എല്ലാ തരത്തിലും ഇടിച്ചു താഴ്ത്തി അവർക്ക് മുമ്പിൽ എല്ലാ അഹങ്കാരങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹമായി മാറി ഈ പ്രവാചകനെ നമുക്ക് തോന്നുന്നിടങ്ങളിൽ മാത്രം കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ച് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ കുറിച്ച് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിച്ച് എന്തോ വലിയവരായി നടക്കുന്ന ഒരു സമൂഹം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ സ്വയം മാറേണ്ടതുണ്ട്. നാം ഉയരുമ്പോൾ ചുറ്റുമുള്ള മനുഷ്യരെ നാം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. നാം വളരുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നാം വളർത്തേണ്ടതുണ്ട്. സമയത്തിന്റെ സക്കാത്ത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പോയി. അള്ളാഹുവിനോടുള്ള 5 നേരത്തിലുള്ള നന്ദി, അത് അള്ളാഹു നമുക്ക് നൽകിയ സമയത്തിന്റെ സക്കാത്താണ്. അതുപോലെ തന്നെ സമ്പത്തിലെ സക്കാത്ത് പാവപ്പെട്ടവന്റെ അവകാശം നൽകലാണ്. അത് മത വർഗ ചിന്തകൾ കൊണ്ട് വ്യാഖ്യാനിക്കേണ്ട ഒന്നല്ല. മറിച്ച് അള്ളാഹു മനുഷ്യനെ കാണുന്ന അള്ളാഹുവിന്റെ കാഴ്ചയിൽ നിന്ന് മനുഷ്യൻ ഉത്കൃഷ്ടനാണ് എന്നും ഉന്നതനാണ് എന്നും അവനെ ആദരിക്കേണ്ടതുണ്ട് എന്നും അള്ളാഹു അവരെ ആദരിച്ചിരിക്കുന്നു എന്നും അള്ളാഹു അവന്റെ ദാനങ്ങളെ മനുഷ്യർക്കിടയിൽ സമമായി വീതിച്ചിരിക്കുന്നു എന്നും അള്ളാഹു ഒരു തരത്തിലുള്ള അനീതിയും ഒരു മനുഷ്യന്റെ മുകളിലും പ്രകടിപ്പിക്കുന്നില്ല എന്നും പടച്ചവന്റെ ഉത്കൃഷ്ട സൃഷ്ടിയാണ് മനുഷ്യന് എന്നുള്ളത് കൊണ്ട് തന്നെ ആ മനുഷ്യനോട് ഏറെ കാരുണ്യപൂർവ്വം വർത്തിക്കുവാൻ പ്രവാചകന്മാരെ നിയോഗിച്ചു എന്നുള്ളത് കൊണ്ടും ആ പ്രവാചകന്മാരെ പിൻപറ്റുന്നവർ ആ സ്വഭാവത്തെ സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള കണ്ണുകൊണ്ട് മനുഷ്യരെ വിഭജിക്കുന്നതും മനുഷ്യരെ അന്യവൽക്കരിക്കുന്നതും തരം താഴ്ത്തുന്നതും നിഷിദ്ധമായി കാണുന്നു. അതിനാൽ മനുഷ്യനെ പരിശുദ്ധ റസൂല് വ്യാഖ്യാനിക്കുമ്പോൾ അൽ ഖൽഖു അയ്യാലുല്ലാ, മനുഷ്യർ പടച്ചോന്റെ കുടുംബാണ് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു വെക്കുകയാണ്. അത്ര ഉന്നതമായ വാക്കുകൊണ്ട് അള്ളാന്റെ കുടുംബമാണ്, ഈ പ്രപഞ്ച സൃഷ്ടാവായ ജഗദീശ്വരന്റെ കുടുംബമാണ് മനുഷ്യരെന്ന് പറഞ്ഞ ഒരു മനുഷ്യനും ലോകത്ത് കടന്നു പോയിട്ടില്ല. അങ്ങനെ മനുഷ്യന്റെ സ്ഥാനത്തെ, അവന്റെ മൂല്യത്തെ മനോഹരമായ വാക്കുകൊണ്ട് ഉയർത്തിപ്പിടിക്കുകയും സ്വജീവിതം കൊണ്ട് അത് വ്യാഖ്യാനിക്കുകയും കണ്ടുമുട്ടുന്നവരോട് മുഴുവനും ഏറ്റവും വിനയപൂർവ്വം വർത്തിച്ച് ഏറ്റവും നന്നായി ഇടപെട്ട് അവരുടെ സ്ഥാനങ്ങളെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത്
മനുഷ്യ സ്ഥാനത്തിന് മൂല്യം നൽകി കടന്നുപോയ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ കുടുംബത്തിലൂടെ, സ്വജീവിതത്തിലൂടെ, നാം ഇടപെടുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഉയർത്തിപ്പിടിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന്റെ രണ്ടാം ഭാഗം അർത്ഥവത്താകുന്നത്, പൂർണ്ണമാകുന്നത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളിൽ, നമ്മളിലും ഇത്തരത്തിലുള്ള നന്മയും ഗുണങ്ങളുമെല്ലാം അള്ളാഹു നിക്ഷേപിക്കുകയും താഴ്മയുള്ള മനസ്സുള്ളവരാക്കി അള്ളാഹു നമ്മളെ മാറ്റുകയും ചെയ്യട്ടെ.